പ്രവർത്തനം മൂലമാണ്. ഖാദി ഇബ്നു അബീ ദുആദ് എന്ന് പറയുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ ഖാദിയുടെ ജഡ്ജിയുടെ തെറ്റായ ആശയങ്ങൾ മനസ്സിലാക്കിയ അന്നത്തെ രാഷ്ട്രീയ നേതാക്കളായ ഭരണാധികാരികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ജയിലിലെടുക്കുകയും സുന്നി പണ്ഡിതന്മാരെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കൊന്നപ്പോ, തലയെറുത്തു കൊന്നപ്പോ മറമാടുന്നത് വരെ ആ തല പരിശുദ്ധ ഖുർആൻ ഓതി. മറമാടുന്നവരെ ആ തല മാത്രം ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരത് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ മുഅ്തസിലികളുടെ വാദമാണ് ഓരോരുത്തരും ഖുർആൻ നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം, ഇമാമിങ്ങളെ പിന്തുടരാൻ പാടില്ല എന്ന വാദം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറയുന്നുണ്ട്. അവർക്ക് മറുപടിയായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരുപാട് ആയത്തുകൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിൽ ഉദ്ധരിച്ച ഒരായത്താണ് ഇമാമിങ്ങൾക്ക് മാത്രമേ ഖുർആൻ പറയുന്ന മോഡലുകൾ മനസ്സിലാവുകയുള്ളൂ എന്നതിന് ഞാൻ ഓതിയ ആയത്ത് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖ്ലുഹാ ഇല്ലൽ ആലിമൂൻ. പരിപൂർണ പണ്ഡിതന്മാരായ ആലിമീങ്ങൾക്ക് മാത്രമേ ഖുർആൻ പറയുന്ന മോഡലുകൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇമാമിങ്ങളെ അവലംബിക്കാതെ ഒരാൾക്കും ഖുർആൻ ഗ്രഹിക്കാൻ സാധ്യമല്ല. ആ പരിശുദ്ധ ഖുർആൻ അതിൽ ഇല്ലാത്ത ഒരു അറിവും ഇല്ല. എല്ലാ അറിവുകളും ഖുർആനിൽ ഉണ്ട്. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞു ഒരാൾക്കും അതിന്റെ അജായിബുകൾ, ഖുർആനിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിദിഹാ റദ്ദൽ ഗയൂരി യദൽ ജനിയനിൽ ഹുറൂമി. ഏത് എതിരാളിയെയും ഖുർആൻ പരാജയപ്പെടുത്തി. ഖുർആനിന്റെ വെല്ലുവിളി ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല എന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. ഇതേപോലെ ശ്രവണമാധുര്യമുള്ള, അർത്ഥഗാംഭീര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടമായ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്നുവരെയും ആ വെല്ലുവിളി നേരിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്തും ഭ്രാന്ത് പറഞ്ഞോ എന്നുള്ളതല്ല. ഒരാൾക്കും അതിന് തത്തുല്യമായി ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആ പരിശുദ്ധ ഖുർആൻ ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി وفوق جوهري في الحسن والقيم. ഖുർആനിന്റെ മഅനകൾ പറഞ്ഞാൽ തീരൂല. ഖിയാമത്ത് നാൾ വരെ അതിന്റെ മഅനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. കടലിലെ തിരമാലകൾ അടിച്ച് നിന്ന് പോകാതെ തുടർന്ന് ഇങ്ങനെ ഒന്നിനു മേലെ ഒന്നായി കടലിലെ ഓളങ്ങൾ അടിച്ചുയരുന്നത് പോലെ അതേ ഖുർആൻ അതിന്റെ മഅന പറഞ്ഞാൽ തീരൂല. കാരണം അത് പരിശുദ്ധമായ കലാമാണ്, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ആ വചനങ്ങൾ من هر نار الأضاء أطفلت حرا الله من ورد السبيم. ആ ഖുർആൻ നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? പരമാവധി ഓതിക്കോളൂ. ആ ഖുർആൻ ഓതുന്നതിനാൽ നിനക്ക് കെടുത്താൻ കഴിയുന്നത് നരകത്തിന്റെ തീയാണ് എന്ന് പറഞ്ഞാൽ നരകാഗ്നിയിൽ പോയി വീഴാതെ നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്.
പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൗണ്ട് 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 അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കട്ടെ, പറയണേ, പുറത്തുപോയി പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ അത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്ക് നരകാഗ്നിയിൽ നിന്ന് രക്ഷയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഖബറിൽ രക്ഷപ്പെടാൻ എല്ലാം വളരെ നല്ല കാര്യമാണ് ഖുർആൻ ഓതൽ. എന്ന് മാത്രമല്ല, ഖുർആൻ നിങ്ങൾ അതിന്റെ അർത്ഥവ്യാപ്തികൾ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നുവെങ്കിൽ മനസ്സ് ശുദ്ധിയാകാൻ ഏറ്റവും നല്ലതാണ് ഖുർആനിന്റെ പാരായണം. അർത്ഥം അറിയട്ടെ അറിയാതിരിക്കട്ടെ, അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലം 10. അങ്ങനെ വരുമ്പോൾ ഓരോ അക്ഷരങ്ങളും ഓതിയാൽ വലിയ പ്രതിഫലമാണ്. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല, മറിച്ച് ഓരോന്നും ഹർഫുകളാണ്, ഒരുപാട് അക്ഷരങ്ങളുടെ പ്രതിഫലം നൽകുന്നതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ പരിശുദ്ധ ഖുർആൻ മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 5 കാര്യം വേണം നമ്മൾക്ക്, അത് 5 കാര്യത്തിൽ ലഭിക്കും. 5 കാര്യങ്ങൾ 5 കാര്യങ്ങളിൽ ലഭിക്കും. തലബ്നാ ഖംസൻ ഫവജദ്നാഹാ ഫീ ഖംസിൻ. തലബ്നാ ബർക്കത്തുൽ ഖൂത്ത്. ഭക്ഷണത്തിൽ ബർക്കത്ത് വേണം. എന്നാൽ അത് കിട്ടാൻ ഏത് സൽക്കർമ്മമാണ് പതിവാക്കേണ്ടത്? ഫവജദ്നാഹാ ഫീ സലാത്തിൽ ദുഹാ. സലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരം നിർവഹിക്കുക. സലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരം നിർവഹിച്ചാൽ അത് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാൻ നിമിത്തമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുനാഫിഖുകൾക്ക് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു നിസ്കാരമാണ് ദുഹാ. വളരെ പുണ്യമുള്ളൊരു നിസ്കാരമാണത്. സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉച്ചയാകുന്നതിന് മുമ്പ് എത്ര റകഅത്ത്, 2 മുതൽ 8 വരെ നിങ്ങൾക്ക് നിസ്കരിക്കാം. എത്രയാണെങ്കിലും ശരി, അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. സൂറത്തുൽ ദുഹാ, അതേ സലാത്തുൽ ദുഹാ. ആ സലാത്തുൽ ദുഹാ ഓതുന്നവന് ഭക്ഷണത്തിൽ ബർക്കത്താണ്. ഭക്ഷണത്തിലെ ബർക്കത്ത് പല വിധത്തിലുണ്ടല്ലോ. നമ്മളൊരു നെൽകൃഷി ചെയ്യുമ്പോൾ ആ നെൽകൃഷിയിൽ ബർക്കത്തുണ്ടായി ധാരാളം കിട്ടണം. അത് നെല്ലായി തന്നെ കിട്ടണം, പതിരായി പോകരുത്. അതിൽ വേറെ അതാ പുഴുക്കുത്തുകളൊന്നും വന്നു പോകരുത്. വെള്ളം കൂടിയിട്ട് നശിക്കരുത്, വെള്ളമില്ലാതെ നഷ്ടപ്പെട്ടു പോകരുത്. ഇതുപോലെ ഏതൊരു കൃഷിയിലും നമ്മൾ ആശിക്കുമല്ലോ അത്. അതിലുള്ള ബർക്കത്തിന്റെ പുറമെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ബർക്കത്ത് വേണം. അതിന്റെ ബർക്കത്ത് കിട്ടുക എങ്ങനെയാണ്? പല വിധത്തിലാണ്. അതിലൊന്ന് നമുക്ക് ഇബാദത്ത് എടുക്കാനുള്ള ആവേശവും ഉന്മേഷവും ആരോഗ്യവും ലഭിക്കണം. അത് ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കണം. കഴിച്ച ഭക്ഷണത്തിന്റെ പേരിലാണ് ഏകദേശ രോഗങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പല ഭക്ഷണങ്ങളും രോഗത്തെ വലിച്ചു കൊണ്ടുവരുന്നു. ഡോക്ടർമാര് പലർക്കും പലതും വിരോധിക്കുന്നു. ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കണം നമുക്ക്, അതിനാൽ ആരോഗ്യം ലഭിക്കണം, അതിനാൽ നമുക്ക് ആവേശം ലഭിക്കണം. അങ്ങനെ ഭക്ഷണത്തിലുള്ള ബർക്കത്തിന് നിമിത്തമാണ് ദുഹാ നിസ്കാരം. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവര് പറയാണ്, മറ്റൊരു കാര്യമാണ് വത്വലബ്നാ ദിയാഅൽ ഖുബൂർ. ഇവിടുത്തെ ഈ ലോകത്തുള്ള ജീവിതം കഴിഞ്ഞ് നമ്മളൊക്കെ ഖബറിലേക്ക് പോയി കിടക്കുന്നവരാണ്. ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണ്. അവിടെ ബാപ്പയില്ല, ഉമ്മയില്ല, അതേ മക്കളില്ല, ഭാര്യയില്ല, സ്നേഹിതന്മാരില്ല, നേതാക്കളില്ല, അനുയായികളില്ല. ഒറ്റക്ക് പോയി കിടക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഉള്ളിലെ ഇരുട്ടിനെ കുറിച്ച് പറയേണ്ടതില്ല. ഒരു സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ വെളിച്ചവും ബൾബിന്റെ വെളിച്ചവും ഒന്നും അവിടെ എത്തുന്നില്ല. അവിടെ ഖബറിൽ നമുക്കൊരു വെളിച്ചം ലഭിക്കണം. ആ ഖബറിൽ വെളിച്ചം ലഭിക്കാനുള്ള കാരണമാണ് ഫവജദ്നാഹു ഫീ സലാത്തിൽ ലൈലി.
രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞ മനുഷ്യൻ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അതൊരു വലിയ പുണ്യകർമ്മമാണ്. സ്വലാത്തുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം വലിയ പുണ്യമുള്ള കാര്യമാണ്. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉത്തമദാസന്മാരുടെ ലക്ഷണം പറയുമ്പോൾ അല്ലാഹു പറഞ്ഞൊരു കാര്യമാണ്. കിടക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടും അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചും അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, നിസ്കാരം നിർവഹിക്കുന്നു. എന്തിനധികം പറയണം, ലോകത്തെ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പഴയ കാലത്ത് വഅദ് പറയുന്ന ആലിമീങ്ങൾ ഇടക്ക് വഅലമു ഉമ്മത്ത മുഹമ്മദ്. അപ്പൊ എല്ലാവരും സ്വലാത്ത് ചെയ്യുന്നു. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സ്വലാത്ത് ചൊല്ലുമ്പോൾ ശൈത്താൻ അകന്നു പോകും. ദിക്ർ ചൊല്ലുന്ന സദസ്സിൽ ശൈത്താൻ ഇരിക്കൂല. അവിടെ ദിക്ർ തുടങ്ങുമ്പോൾ ഇറങ്ങിപ്പോവും ശൈത്താന്റെ അനുയായികൾ. മനസ്സിലായില്ല? അതുപോലെ സ്വലാത്തിനിരിക്കൂല. സ്വാഭാവികമാണ്. ശൈത്താന് തീരെ ഇഷ്ടപ്പെടൂല സ്വലാത്ത്, ദിക്ർ തുടങ്ങിയ സംഗതികൾ. നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ, നമ്മളെ റൂമിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കയറണം. ബിസ്മി ദിക്റാണ്, ബിസ്മി ചൊല്ലിയിട്ട് കയറണം. എന്നാൽ ആ വീട്ടിൽ നമ്മുടെ കൊണ്ട് ശൈത്താൻ അന്തി ഉറങ്ങൂല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം. എന്നാൽ ആ ഭക്ഷണത്തിൽ ശൈത്താൻ കൂറുകൂടൂല. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം. എന്നാൽ ശൈത്താൻ പങ്കുചേരൂല. രണ്ടാളും ചൊല്ലണോ? രണ്ടാളും ചൊല്ലിയാൽ കൂടുതൽ നല്ലത്. ഒരാൾ ചൊല്ലിയാലും അതിന്റെ അസ്ല് സുന്നത്ത് കിട്ടും. ഭക്ഷണം കഴിക്കുമ്പോൾ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ചൊല്ലിയാലും അസ്ല് സുന്നത്ത് കിട്ടും. ഓരോരുത്തരും ചൊല്ലിയാൽ അതിനെല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. ഏതായിരുന്നാലും ദിക്ർ, സ്വലാത്ത് വലിയൊരു സംഗതിയാണ്. അപ്പോ പഴയ കാലത്ത് ഇങ്ങനെ ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കും ആലിമീങ്ങൾ. കാരണം ശൈത്താൻ അകന്നു പോകാൻ. ശൈത്താൻ വരുമ്പോ ഉറക്കു വരും. കാരണം ശൈത്താൻ ആവശ്യമുള്ളതൊന്നും കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തൊക്കെ പറയിപ്പിക്കുകയും ചെയ്യും, കേൾപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ശൈത്താൻ അകന്നു പോകാൻ വളരെ നല്ലതാണ് ഇടക്ക് സ്വലാത്ത് ചൊല്ലുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പുറമെ ഒരേ യുദ്ധം ഇരിക്കുമ്പോണ്ടാകുന്ന ക്ഷീണം ഉണ്ടാവും. അതും എഴുന്നേറ്റാൽ പോകും. അതിന് ഇഷ്കാലൊന്നും ഉണ്ടാക്കണ്ട. സ്വലാത്ത് ചൊല്ലുമ്പോൾ നിൽക്കൽ സുന്നത്തുണ്ടോന്നും ചോദിക്കണ്ട. ജനഗണമന ചൊല്ലുമ്പോൾ എണീച്ചിരിക്കുന്നവരാകുമ്പോൾ അത് സുന്നത്തുണ്ടോന്നും നോക്കല്ല. അതിന്റെ അർത്ഥവും തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റും ജനഗണമനയുടെ അർത്ഥം? ചെല്ലലെല്ലാവരും ചെല്ലലുണ്ട്. അതിന്റെ ആദ്യം മുതൽ അവസാനം പേര് അർത്ഥം വെച്ചേരാം. അർത്ഥം തിരിയണമെന്നില്ല. അത് രാജ്യത്തിന്റെ ഒരു ദേശീയ ഗാനം എന്ന നിലക്ക് ബഹുമാനിച്ചങ്ങ് ചൊല്ലില്ല. അതുപോലെ ചില ദിക്റൊന്നും ചെല്ലുമ്പോൾ അർത്ഥം തിരിഞ്ഞോളണമെന്നില്ല. അത് മഹാന്മാരി ചെല്ലുകൊണ്ട് നമ്മളും ചെല്ലുകയാണ് നിലയ്ക്ക്. എല്ലാറ്റിനും അർത്ഥം അറിഞ്ഞോളണം അങ്ങനെ ഒന്നുമില്ല. എല്ലാ അർത്ഥവും എല്ലാവർക്കും കൊണ്ട് തീരുകയില്ല. അത് വേറെ അടിക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞത് ഖബറിന്റെ പ്രകാശം ലഭിക്കണം. അത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിലാണ് അതുള്ളത്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, റജബ് മാസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്ന ഒരു സന്ദർഭം. കാരണം അവിടുത്തെ ഭാര്യ വലിയ ദീനീ രംഗത്ത്, സേവന രംഗത്ത് വലിയ താങ്ങും തണലുമായി പ്രവർത്തിച്ച ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ മഹദി വിട്ടുപിരിഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ശക്തി പകർന്ന, സംരക്ഷണം നൽകിയ പിതൃ സഹോദരൻ അബൂ താലിബ് വിട്ടുപിരിഞ്ഞു പോയി. അതിന്റെ മാനസികമായ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിച്ചിറക്കുന്ന സമയം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സമാധാനം കൊടുക്കാൻ വേണ്ടി നബിതങ്ങളെ അല്ലാഹു ഉദ്ദേശിച്ച മഹത്തായ വിഷയങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കാൻ വേണ്ടി അല്ലാഹു തആല നൽകിയ ഒരു അസാധാരണമായ
യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. അത് മിഅ്റാജ് അത് നടന്നത് റജബിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നടന്ന മിഅ്റാജ് ഇസ്റാ അത് നബിതങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടന്നതാണ്. നബിതങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് പോകണം. അതിനുവേണ്ടിയാണ് അൽഹംദുലില്ലാഹ് ഒരുപാട് ആയാത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും പല സന്ദർഭങ്ങളും പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്യുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയി നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്ത് അതിൽ വളരെയേറെ മഹത്വമേറിയ ഇൽമ് ഈമാനിനാൽ ഒന്നുകൂടി നിറച്ച് അതിനു മുമ്പ് ആ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകി അതിനുശേഷമാണ് അത് ചെയ്തത്. സംസം വെള്ളം ഒരു സാധാരണ വെള്ളം അല്ല. അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടി ഒലിച്ച വെള്ളമാണ്. ആ വെള്ളത്തിന് വലിയ ബർക്കത്താണ്. ആ വെള്ളം ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് കുടിച്ചുവോ അത് ലഭിക്കും എന്ന് വന്നിട്ടുള്ള വലിയ ബഹുമാനമുള്ള വെള്ളമാണ് സംസം വെള്ളം. ആ വെള്ളം കൊണ്ട് കഴുകി അത് തൽസ്ഥാനത്ത് തന്നെ ഹൃദയം വെച്ച് അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ മുറിവ് കൂട്ടി. അങ്ങനെ മുറിവ് കൂട്ടിയതിന് ശേഷം പഴയ കാലത്തൊക്കെ ഇതൊക്കെ പറയുമ്പോ അപ്പോഴേക്ക് മനുഷ്യൻ മരിച്ചു പോകുന്നൊക്കെ പറയും. ഇപ്പൊ ആരും പറയില്ല. കാരണം ഇപ്പൊ അത് ഹൃദയവും അതിന്റെ ഇനി അങ്ങേപ്പുറള്ളൂ ഒക്കെ എടുത്ത് കൈ പിടിക്കുന്ന ഒരു കാലാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴതൊന്നും ആരും പറയില്ല. അതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങ് അകലെയൊക്കെ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അബൂജഹലിന്റെ കാലത്ത് അവരൊക്കെ ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. സമയത്ത് ഇന്നിപ്പോ അതൊന്നൊരു വിഷയമല്ല. ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര ദൂരത്ത് അന്ന് വിഷയമല്ല. മേലോട്ട് കയറിപ്പോ എന്നുള്ള വിഷയമല്ല. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതുന്ന സമയത്ത് മേൽപോട്ട് കയറിപ്പോവുക എന്നത് ബുദ്ധിക്ക് യോജിക്കുമോ എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച ചെയ്യേണ്ടി വന്നു. കാരണം അന്നത്തെ കാലത്ത് ഭൂമിക്ക് ആകർഷണ ശക്തി ഉള്ളത് കൊണ്ട് ഏതൊരു വസ്തുവും ഭൂമി ഇങ്ങോട്ടേക്ക് ആകർഷിക്കില്ല, അത് അങ്ങോട്ട് വിടൂല എന്ന ഒരു പൊതു തത്വം അംഗീകരിച്ച കാലമാണ്. അതായത് നമ്മളിപ്പോ ഒരു കല്ലെടുത്തിട്ട് മേലോട്ട് ഞാൻ താഴെ തന്നെ പോകുന്നത് കാരണം ഭൂമിക്ക് ആകർഷണ ശക്തി ഉള്ളതുകൊണ്ട്. ഈ ശക്തിയുള്ള ഭൂമിയിൽ നിന്നൊരു മനുഷ്യൻ മേൽപോട്ടേക്ക് കയറിപ്പോ എന്നുള്ളത് നടക്കൂല എന്ന് പറഞ്ഞിരുന്നവരോട് അത് നടക്കും എന്ന് പറയാൻ വേണ്ടി ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ കുറെ വരികൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ഒരാൾ തഫ്സീർ എഴുതുമ്പോ മേലോട്ടേക്ക് മനുഷ്യന് കയറി പോകാൻ കഴിയും എന്നതിന് ഒരു തെളിവും കിതാബിൽ എഴുതേണ്ടി വരില്ല. ചൂണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇപ്പൊ ഈമാൻ വർദ്ധിക്കേണ്ട കാലമാണ്, ഈമാൻ കുറയേണ്ട കാലം അല്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിനു വേണ്ടി ഇസ്രാഇന് വേണ്ടി കൊണ്ടുപോയത് എന്തിനാണ്? ഖുർആൻ പറഞ്ഞു ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ആർക്ക്? നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നബി തങ്ങളെ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടത്. വേറെ ആർക്കും കാണിച്ചു കൊടുക്കൽ ഇപ്പൊ ഉദ്ദേശമില്ല. അവിടെ നബി തങ്ങളെ മാത്രം കൂട്ടിക്കൊണ്ടത് പരസ്യക്കാതിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. കാരണം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കലാണ് ഉദ്ദേശം. ഈ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അത് വലിയ ഒരു ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുക. അന ഫറതുകും മിനൽ ഹൗദി, അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഉമ്മത്തുകളായ നിങ്ങളെയും കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാക്കാണത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ജനങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നമ്മളെ കാത്തിട്ട് അവിടെ ഇരിപ്പുണ്ടാകും എന്ന് പറയുമ്പോ വലിയ സമാധാനം ഉണ്ടാക്കുന്ന ഒരു വാക്കാണത്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ഒരാള് ആ പോലീസ് സ്റ്റേഷനിൽ പലതിനും മറുപടി പറയണം. കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെ പലതിനും മറുപടി പറയണം. അങ്ങനത്തെ ഒരാൾക്ക് ആ കോടതിയിലെ ജഡ്ജിയുമായി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നല്ല ബന്ധമുള്ള ഒരാള് ഇദ്ദേഹത്തിന് ശുപാർശ പറയാനുണ്ട്.
ആ ബന്ധമുള്ള ആള് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപത്ത് ഒരു കസേരയിൽ ഇരുന്നിട്ട് ഈ ഉദ്യോഗസ്ഥനുമായി അതാ സംസാരിച്ച് സന്തോഷം പങ്കിടുന്നത് കണ്ടാൽ ഈ കയറി ചെല്ലുന്ന മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം വളരെ വലുതാണ്. മൂപ്പരവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഇത് സ്വാഭാവികമായും സാധാരണ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ അവർ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ അനഫറത്തുക്കും മിൻദൽ ഹൗദി ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ മുന്നിൽ പോയിട്ട് നിങ്ങളെയും കാത്തിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ മദീനയിൽ ചെന്നാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിന്റെ ജാറത്തിന്റെ ചുമര്, ആ ചുമര് മദീന പള്ളിയുടെ ചുമരും കൂടിയാണ്. ആ ചുമരിന്റെ മേലെ നിങ്ങൾക്ക് പദ്യം എഴുതി വെച്ചത് കാണാം. യമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി. യജമാനനായ അല്ലാഹുവിന്റെ അടുക്കൽ ഒറ്റക്ക് നിന്നുകൊണ്ട് ആരും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് സംസാരിക്കുന്ന നബിയേ എന്നർത്ഥം വരുന്ന പദ്യം ഇപ്പോഴും മദീന പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചത് കാണാം. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യേണ്ട നേതാവാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് അതാ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഒരു ഭാഗത്ത് നരകമിങ്ങനെ എരിവരി കൊള്ളുന്നുണ്ട്, വേറൊരു ഭാഗത്ത് സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട്. മനുഷ്യ സഹജമായി ആ സ്വർഗത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയാൽ, നരകത്തിനെ ഭയപ്പെട്ട് അതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയാൽ ഈ ഉമ്മത്തുകളെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ നിന്ന് അതാ അതിന്റെ പരിപൂർണത ലഭിക്കൂല. അതുകൊണ്ട് ആ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തേക്കണം. പെട്ടെന്ന് കാണുമ്പോഴുള്ള ആകർഷണീയതയോ പെട്ടെന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആശങ്കയോ ഹബീബ് നബിതങ്ങളെ പിടികൂടാൻ പാടില്ല. അതൊക്കെ ഞാൻ മുമ്പ് കണ്ടതാണ്, അനുഭവിച്ചതാണ് എന്ന് വരണം. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ കേന്ദ്രീകരിക്കാൻ സാധിക്കുക. അതിനുവേണ്ടി അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ സ്വാലിഹീങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരുമായി സംഭാഷണം നടക്കേണ്ടതുണ്ട്. അവരുമായി ഒന്നിച്ചൊരു നിസ്കാരം നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതാണ് ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. സ്വന്തം തന്നെ നമ്മൾ എത്ര കണ്ടാലും കേട്ടാലും ഇനി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ മദീനയിൽ നിന്നത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, സലാം മടക്കുന്നുണ്ട്. പക്ഷേ ആ കേൾവിയും അറിവുമെല്ലാം അല്ലാഹു നൽകുന്ന അറിവും കേൾവിയുമാണ്, സ്വന്തമുള്ളതല്ല. സ്വന്തമായി ഉള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളവർക്ക് എന്ത് പവറുകളുണ്ടോ, കഴിവുകളുണ്ടോ, സ്ഥാനമുണ്ടോ, എല്ലാം അല്ലാഹു തആല നൽകുന്നത് മാത്രമാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. എല്ലാറ്റിന്റെയും അധികാരമുള്ളവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി അതാ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഹബീബ് നബി തങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. ഒന്നും ദുഃഖിക്കേണ്ടതില്ല. അബൂ താലിബിന്റെ വേർപാടോ അല്ലെങ്കിൽ ഖദീജ ബീവിയുടെ വേർപാടോ
അതൊന്നും ഈ അധികാരം മുഴുവനും കയ്യാളുന്ന റബ്ബിന്റെ പ്രതിനിധിയായ റബ്ബിന്റെ റസൂലായ തങ്ങൾക്ക് ഒരു വേർപാടും അതാ തങ്ങളുടെ പ്രവർത്തനത്തിന് വിഘ്നം വരുത്തൂല. തങ്ങളെ രക്ഷിക്കാൻ റബ്ബുണ്ട്, തങ്ങളെ പിന്തുണക്കാൻ റബ്ബുണ്ട്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് അങ്ങയുടെ പ്രവർത്തനം. അല്ലേ ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസൽമദനി ഉസ്താദിനോടും പറയുന്നു, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് എടുക്കുന്ന എല്ലാവരോടും എന്നോടടക്കം പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് എടുക്കുമ്പോൾ ആരും ഒന്നും ഭയപ്പെടേണ്ടതില്ല. എല്ലാ വിഷയത്തിന്റെയും അധികാരമുള്ള റബ്ബ് നമ്മെ സഹായിച്ചാൽ പിന്നെ നമുക്കിവിടെ ഒന്നും വരാനില്ല. അവൻ തീരുമാനിച്ചത് തടയാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയുമില്ല, ഒരു ശക്തിയും ഇല്ല. അവൻ തീരുമാനിക്കാത്തത് വാങ്ങിത്തരാൻ ഇവിടെ ഒരാൾക്കും, ഒരു രാജാവിനും, ഒരു പണക്കാരനും, ഒരു ധനികനും, ഒരു ആരോഗ്യമുള്ളവനും, ഒരു നേതാവിനും, എന്തിനധികം പറയണം, ഒരു മലക്കിനും, ഒരു ജിന്നിനും, ഒരു വലിയനും, ഒരു നബിക്കും ഒരാൾക്കും അല്ലാഹു തീരുമാനിക്കാത്തത് ചെയ്യാൻ കഴിയൂല. പിന്നെയാണോ മറ്റുള്ളവരുടേത്? നമുക്കറിയാമല്ലോ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തീരെ മക്കളില്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺമക്കളില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പെൺകുട്ടികളില്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളും പെൺമക്കളും ജനിച്ചിട്ടുണ്ടെങ്കിലും ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്തേ കാരണം? ഒരാളുടെ വേർപാടിന്റെ കാര്യത്തിലും ആരും വേദനിക്കേണ്ടതില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട നബിതങ്ങളുടെ ചെറിയ ആൺമക്കൾ മുഴുവനും വഫാത്തായി പോയില്ലേ? എന്തേ കാരണം? നബിതങ്ങൾക്ക് വലിയ ദറജ കൊടുക്കൽ അതിനാൽ ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ നബിതങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കൽ അതിനാൽ ഉദ്ദേശമുണ്ട്. റബ്ബിന്റെ ഹിക്മത്തുകളൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആകയാൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അധികാരം, അവൻ മാത്രമാണ് ഭരണാധികാരി. അവൻ ഉദ്ദേശിച്ചത് തടയാൻ കഴിയൂല, അവൻ ഉദ്ദേശിക്കാത്തത് ആർക്കും വാങ്ങിക്കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ, അവൻ SSF-കാരനാകട്ടെ, SYS-കാരനാകട്ടെ, മുസ്ലിം ജമാഅത്തുകാരനാകട്ടെ, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സംഘടനയിലുള്ളവനാകട്ടെ, ഏത് സ്ഥാപനങ്ങൾ നടത്തുന്നവനാകട്ടെ, അവന്റെ തവക്കുൽ റബ്ബിലാണ്. അതാണ് ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതും വിർദുൽ ലത്തീഫിൽ ഉണ്ട്. സുഹൃത്തുക്കളെ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മനുഷ്യന് മരണശേഷം ഖബറിൽ പോയി കിടക്കേണ്ടതുണ്ട്. ആ ഖബറിലേക്ക്, മരണശേഷമുള്ള ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ഒരുക്കം കൂട്ടാൻ ഏറ്റവും നല്ല സമയമാണ് ഈ റജബ് മാസം. വളരെ പുണ്യമുള്ള മാസം. നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ റമദാനിനെയാണ് നമുക്ക് എതിരേൽക്കാൻ മുന്നിലുള്ളത്. ശഅബാൻ, റമദാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. ആ റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ അതിന്റെ വാർഷിക മാസമാണ്. ആ വാർഷിക മാസത്തിന്റെ മുന്നോടിയായി റജബിലും ശഅബാനിലും ഒക്കെ ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി നാം തയ്യാറാണ്. റമദാൻ ആയിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഖുർആൻ ഓതാൻ തുടങ്ങണം. കാരണം ഗ്യാരണ്ടി ഇല്ല. ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ട്.
പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല, പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയില്ല. അത് റമദാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ഖുർആൻ ധാരാളമായി ഓതാൻ തുടങ്ങണം. ഖുർആൻ ഓതിയാൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. അതിന്റെ പുറമെ وطلبنا جواب منكر ونكير فوجدناه في قراءة القرآن. മഹാനായ ശൈഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയാണ്, ഖബറിൽ നമുക്ക് വെളിച്ചം കിട്ടാൻ തഹജ്ജുദ് നിസ്കാരം വേണമെന്ന് പറഞ്ഞല്ലോ. ഖബറിൽ മുങ്കർ നകീറിന്റെ ചോദ്യമുണ്ട്, അതിന് മറുപടി പറയാൻ സാധിക്കണം. അത് ഖുർആൻ പാരായണത്തിലാണ്. ഖുർആൻ ധാരാളമായി ഓതുന്നവന് മുങ്കർ നകീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എളുപ്പം കിട്ടുകയാണ്. അപ്പൊ ഖുർആൻ ഓതണം. ഒരു ദിവസം നമ്മൾ ഏകദേശ പത്രങ്ങളും വായിക്കുന്നുണ്ട്, പലരും ചാനലിൽ നോക്കുന്നുണ്ട്, പലരും അതാ വാട്സപ്പിൽ ബന്ധപ്പെടുന്നുണ്ട്, അങ്ങനെ പലതും ബന്ധപ്പെടുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എത്ര ഖുർആൻ ഓതി എന്നത് നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ധാരാളമായി ഓതണം. ഖുർആൻ പാരായണം വലിയ പുണ്യമുള്ളൊരു അമലാണ്. അതുകൊണ്ടാ പറഞ്ഞത്, നരകത്തിന്റെ തീ കെടുത്താനുള്ളൊരു വസ്തുവാണ് ഖുർആൻ. ഖുർആൻ ഓതുന്നതിന് അവന് നരകത്തിൽ നിന്ന് രക്ഷയുണ്ട്. മുങ്കർ നകീർ അലൈഹിമുസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നുണ്ട്. ഇനിയോ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞില്ലേ? ഖുർആൻ ഓതിയിട്ടല്ലേ നിസ്കരിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, രാത്രിയത്തെ നിസ്കാരത്തിന് വലിയ പവറല്ലേ? രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുക, അതിനെന്ത് വേണം? എന്റെ യുവാക്കളെ, ഇന്ന് കാണുന്ന ഒരു തോന്നിവാസമുണ്ട്, തെറ്റുണ്ട്, അത് നിങ്ങൾ കൈയൊഴിക്കണം. എന്റെ സദസ്സിലുള്ള യുവാക്കൾ അത്തരം തെറ്റ് ചെയ്യുന്നവരായിരിക്കൂല. പക്ഷേ നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപദേശിക്കണം. അതെന്താണ്? ഞാൻ പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ്, രാത്രിയിൽ വാത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴൊക്കെ പല സ്ഥലത്തും ഇപ്പോൾ യുവാക്കൾ ഇങ്ങനെ ഓവ് പാലത്തിന്റെ മേലെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കഥ പറയുകയാണ്. മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുമ്പോൾ അവർ ബസ് സ്റ്റോപ്പിലാണ്, അവര് അതുപോലെ തന്നെ ഓവ് പാലത്തിന്റെ മേലെയാണ്. അതുപോലെ തന്നെ മറ്റു ചിലരോ സുബ്ഹാനല്ലാഹ് ചില കളിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചാപ്പകലുള്ളതിനേക്കാൾ വെളിച്ചം കിട്ടുന്ന ചില കേന്ദ്രങ്ങൾ. ആ കേന്ദ്രത്തിൽ ചെന്ന് ഉറങ്ങേണ്ട സമയത്ത് കളിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് നല്ല ഏർപ്പാടല്ല കേട്ടോ, ഇതൊരു ശരിയായ വഴിയല്ല കേട്ടോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മുസ്ലിങ്ങളായ നമ്മുടെ നേതാവ്. നബിയൂനൽ ആമീറുൻ നഹി ഫലാ അഹദു അബറാ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീൻ. ഇവിടെ എന്ത് വേണമെന്ന് നബി തങ്ങൾ പറഞ്ഞുവോ, അവിടുന്ന് ഏസി വെച്ചതെല്ലാം നല്ലതാണ്, അവിടുന്ന് നോ പറഞ്ഞതെല്ലാം അപകടമാണ്. അവിടുന്ന് നോ പറഞ്ഞ ഒരു സംഗതിയാണ് ഇശാ കഴിഞ്ഞാൽ പ്രത്യേകമായ ഇൽമു പറയുക പോലുള്ള, ഇൽമു പഠിക്കുക പോലുള്ള വലിയ പുണ്യമേറിയ അൽമാലുകളല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യൻ നേരത്തെ കിടന്നുറങ്ങണം. അതെന്തിനാണ്? ഉറങ്ങിക്കാലം കഴിക്കാനല്ല. എന്തിനാണ് നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞത്? നേരത്തെ എഴുന്നേൽക്കാനാണ്. നേരത്തെ എഴുന്നേൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് അങ്ങനെയാണ്. അവിടുന്ന് നേരത്തെ കിടന്നുറങ്ങും, എന്നിട്ടോ രാത്രി പകുതിയായാൽ അവിടുന്ന് എഴുന്നേൽക്കും. കഴിവിന്റെ പരമാവധി നേരത്തെ എഴുന്നേൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നേരത്തെ ഉറങ്ങുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഇതേ കാര്യം വൈദ്യന്മാരോട് ചോദിച്ചോളൂ, അതുപോലെ തന്നെ ഡോക്ടർമാരോട് ചോദിച്ചോളൂ. എന്നെ തന്നെ എനിക്ക് പലപ്പോഴും ചില അസുഖങ്ങൾ ബാധിച്ച സമയത്ത് എന്നെ വളരെ കണിശമായി
വർഷമായി ഡോക്ടർമാര് വൈദ്യന്മാര് എന്നോട് നിർദ്ദേശിച്ചിട്ട് 10 മണിക്കപ്പുറം നിങ്ങൾ ഉറക്ക് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഈ ദീനീ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ നടക്കുമ്പോ പലപ്പോഴും അതിന് സാധിക്കൂല. പല സദസ്സുകളിലും ചെന്നാൽ പെട്ടെന്ന് പോകാൻ കഴിയൂല. കാരണം ആ സദസ്സുകളിൽ നമ്മെക്കാൾ വലിയവരുണ്ടാകും. അവിടെ നടക്കേണ്ട ചടങ്ങുകളൊക്കെ നടക്കേണ്ടി വരും. പക്ഷേ ആരോഗ്യത്തിന് അത് വളരെ ഹാനികരമാണ്. നാം നേരത്തെ ഉറങ്ങാതിരിക്കുന്നത് എന്നത് ഏത് ഡോക്ടറും ഏത് വൈദ്യരും ഉപദേശിക്കുന്ന വിഷയമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. ആ നേതാവിന്റെ നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. രാത്രിയിൽ പാതിരക്ക് പോയി കളിക്കുന്ന ഏർപ്പാട് നിർത്തിവെക്കേണ്ടതാണ്. പാതിരക്ക് പോയിട്ട് എവിടെയെങ്കിലും സൊറ പറയുന്ന ഏർപ്പാട് നിർത്തിവെക്കേണ്ടതാണ്. യുവാക്കൾ നേരത്തെ വീട്ടിലെത്തി കിടന്നുറങ്ങുകയാണ് വേണ്ടത്. അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രായം ചെന്ന ബാപ്പ ഉമ്മമാരുടെ ഉറക്കം ഒഴിപ്പിക്കുകയല്ലേ ഈ യുവാക്കൾ. അവർ ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വരുന്നു ഉമ്മ, ഉറക്കൊഴിക്കേണ്ടി വരുന്നു ഉമ്മ. അതല്ലെങ്കിലോ സ്വന്തം ഭാര്യയാണെങ്കിലോ ആ പെൺകുട്ടി നേരം വെളുത്തതിന് ശേഷം വീട്ടിൽ നിന്ന് അടുക്കളയിലും മറ്റുമൊക്കെ വളരെ അധ്വാനിച്ച് ചെറിയ മക്കളെ പോറ്റി വളർത്തുന്നതിനിടയിൽ, ബാപ്പ ഉമ്മയുടെ ഖിദമത്തെടുക്കുന്നതിനിടയിൽ, വീടടിച്ചു വാരി വൃത്തിയാക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ വൈകിട്ട് വീട്ടിലേക്ക് അതാ ഇശാ നിസ്കരിച്ചൊന്ന് വിശ്രമിക്കാം എന്ന നിലക്ക് പെൺകുട്ടി കിടന്നുറങ്ങുമ്പോ അവിടെ പോയി വാതിലിന്റെ മുട്ടി ബെല്ലടിച്ച് സ്വന്തം ഭാര്യയെ വിളിപ്പിച്ച് വാതിൽ തുറപ്പിക്കുന്നവർ ചെയ്യുന്നത് അക്രമമല്ലേ? ഒരനിവാര്യ ഘട്ടത്തിലാണെങ്കിൽ അതവര് സഹിക്കും, അവരത് പൊറുക്കും. അതേ സമയത്ത് എപ്പോഴും ഇങ്ങനെ സമയം വൈകി വീട്ടിലേക്ക് വരുന്ന യുവാക്കൾ ചെയ്യുന്നത് അക്രമമല്ലേ? ജോലിയൊന്നുമില്ലാത്ത ചില യുവാക്കളുണ്ട് നാടുകളിൽ. അവർ രാവിലെ ചിലപ്പോ സുബഹി നിസ്കരിക്കാതെ, നായ കിടന്നുറങ്ങുന്ന സമയമാണ് സുബഹിന്റെ സമയം, അവര് ചിലപ്പോ നായ കിടന്നുറങ്ങും പോലെ ഉറങ്ങുന്നവരുണ്ട്. ഇനി സുബഹി നിസ്കരിച്ച് കിടന്നുറങ്ങിയാലും ആ സമയത്ത് പെൺകുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയൂല. അവരെ ഉറക്കം ശല്യം ചെയ്ത നിങ്ങൾ അക്രമം ചെയ്തവർ ആകൂലേ? അതുകൊണ്ട് അവരവര് നേരത്തെ വീട്ടിലെത്തിച്ചേരണമെന്ന് എന്റെ മുസ്ലിം യുവാക്കളോട് ഞാൻ ഉപദേശിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, അതേ വിവാഹം കഴിച്ച പുരുഷൻ, വിവാഹം കഴിച്ച വരൻ, ആ വരനെ അന്നത്തെ ദിവസം ഭാര്യ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ, അല്ലെ പിറ്റേ ദിവസം പോകാൻ ഒരുങ്ങുമ്പോ അവനെ കറക്കാൻ വേണ്ടി നടക്കുന്ന ചില യുവാക്കളില്ലേ? അവനെ വണ്ടിയിലിട്ട് കറക്കി നേരം വെളുക്കുന്നത് വരെ കറക്കി അതാ സുബഹിയോടടുത്ത സമയത്ത് ആ ഭാര്യ വീട്ടിലോ ഭാര്യ ഉള്ള വീട്ടിലോ എത്തിച്ചു കൊടുക്കുന്ന ആ യുവാക്കൾ ചെയ്യുന്ന പച്ച ഹറാമില്ലേ, കടുത്ത ദുൽമില്ലേ? അതിൽ പോലീസുകാർ ഇടപെടേണ്ട സന്ദർഭം നമ്മുടെ നാടുകളിൽ എത്തിച്ചേരുന്നില്ലേ? അതുപോലെ വിവാഹം നടക്കുന്ന വീട്ടിൽ വെച്ച് അതാ നേരത്തെ ഉസ്താദുമാരെ, ആലിമീങ്ങളെ, ഖാദിമാരെ എല്ലാരെയും വിളിച്ചുകൂട്ടി ഫാത്തിഹയൊക്കെ ഓതി ദുആ ചെയ്ത് അതേ നല്ല ബറക്കത്തുള്ള സദസ്സിൽ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് പോകുന്ന സമയത്ത് മനുഷ്യവേഷത്തിന് പകരം കുരങ്ങി വേഷം കെട്ടുന്നവരില്ലേ? അതുപോലെ തന്നെ പന്നി വേഷം കെട്ടുന്നവരില്ലേ? മൃഗങ്ങളുടെ കോലം കെട്ടുന്നവരില്ലേ? അങ്ങനെ പോയി സുബ്ഹാനല്ലാഹ് ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിലെ അവരുടെ മഹർഷിമാരുടെ അവരുടെ ദേവാലയത്തിലുള്ള അവർ ബഹുമാനിക്കുന്ന ആളുകളുടെ വേഷം കെട്ടിപ്പോയിട്ട് നാട്ടിൽ കുഴപ്പവും ഫിത്നയും സൃഷ്ടിക്കുന്ന ഒരൽപ്പവും ബുദ്ധിയില്ലാത്ത ചിന്തയില്ലാത്ത കുഴപ്പം സൃഷ്ടിക്കുന്ന യുവാക്കളില്ലേ? ഇതൊക്കെ നമുക്ക് നാണക്കേടല്ലേ? പരിശുദ്ധ ഇസ്ലാം ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? നമ്മളെ എല്ലാ രംഗത്തും, എല്ലാ സ്വഭാവത്തിലും, എല്ലാ വേഷത്തിലും, എല്ലാ ജീവിത ശൈലിയിലും, വാക്കിലും ചിന്തയിലും എല്ലാ സ്ഥലത്തും ഇസ്ലാം ഉണ്ടാകണ്ടേ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين.
എന്നെ മുഴുവനും റബ്ബിന് സമർപ്പിച്ചു. എന്റെ ജീവിതവും മരണവും എന്റെ റബ്ബിനാണെന്ന് നിസ്കാരത്തിൽ പ്രതിജ്ഞ എടുക്കുന്ന നീ വജ്ജഹത്ത് ഓതുന്നത് പച്ചക്കള്ളമല്ലേ? നീ പറഞ്ഞത് മുഴുവനും ശുദ്ധ നുണയല്ലേ? നീ അല്ലാഹുവിലേക്ക് നിന്റെ ഖൽബ് തിരിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതം റബ്ബിലേക്ക് മാറ്റിയിട്ടുണ്ടോ? റബ്ബിനെ നീ ഓർത്തിട്ടുണ്ടോ? ചോദിക്കട്ടെ, ഈ പോകുന്ന പോക്കിൽ അസ്രായീൽ വന്നാൽ, അല്ല തിരിച്ചു വരുമ്പോ അസ്രായീൽ വന്നാൽ നിന്റെ അഹങ്കാരം എവിടെ? ലാ തംശി ഫിൽ അർദി മറഹാ. അഹങ്കാരത്തോടെ തുള്ളിച്ചാടി നടക്കേണ്ടവനാണോ മുഅ്മിൻ? വിനയാന്വിതനായി പോകേണ്ടവനാണ് മുഅ്മിൻ. നമുക്ക് ഖബറിൽ കിടക്കേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ കോടതിയിലെത്തേണ്ടതുണ്ട്. അതിനെല്ലാം ഒരുക്കമുണ്ടാകണം. ബക്കറ്റ് ഒരു വലിയൊരു നല്ല സംഭാവന ഉണ്ടാകും. അതിനെല്ലാം നല്ല ഒരുക്കം വേണം. അവിടെയാണ് മുഅ്മിന്റെ വിജയം. നമുക്ക് ഇവിടെ കുറഞ്ഞ കാലത്തെ ജീവിതം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ കൂടുതൽ കാലത്തെ ജീവിതം ഇല്ല. ഈ പറയുന്ന എനിക്ക് വയസ്സ് 60 കഴിഞ്ഞു. 63 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ അതേ പ്രായം ജീവിക്കുന്നുവെങ്കിൽ തന്നെ 1 or 2 കൊല്ലമേ ഉള്ളൂ. അതിനേക്കാൾ അല്പം കൂടുതൽ ജീവിച്ച എന്റെ ബാപ്പ ജീവിച്ചതുപോലെയാണെങ്കിൽ തന്നെ 5 or 10 കൊല്ലമേ ഉള്ളൂ. ഇനി വേണ്ട, വലിയ ആയുസ് കിട്ടിയ ഒരാൾ ജീവിച്ച 100 കൊല്ലം, അതോടെ കഴിഞ്ഞില്ലേ അത്? അതേ സമയം എന്റെ യുവാക്കളെ, കാരണവന്മാരെ, സഹോദരിമാരെ, ആ മരണത്തിന് ശേഷം ഖബറിൽ കിടക്കാനുള്ളത് എത്ര കാലമാണെന്ന് പറയാൻ പറ്റുമോ? അവിടെ വെളിച്ചം കിട്ടാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽനാ അലൈക ദിക്റ തൻസീലാ ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറാ വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീലാ വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീലാ. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും സംഭവിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പരിപൂർണ വിശുദ്ധിയോടെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ റബ്ബ് പറയുന്നത്, വമിനൽ ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ നിസ്കരിക്കണം നബിയേ, വസബ്ബിഹു ലൈലൻ തവീലാ, നീണ്ട സമയം രാത്രിയിൽ നിസ്കരിക്കണം നബിയേ. എങ്കിൽ പിന്നെ അവിടുത്തെ പോലെയൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല, സാധ്യമല്ല. വലംതു സുന്നത മൻ നഹിയ الظلام ഇലാ അനിസ്തഖത് ഖദമാഹു മിൻ വറമി. നിസ്കരിച്ച് കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തിട്ടുണ്ട്. അതൊന്നുമില്ലെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ ഒരൽപ്പം നേരത്തെ എഴുന്നേൽക്കണേ മുഅ്മിനീങ്ങളെ. സ്വലാത്തുൽ ലൈൽ അത് ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള വഴിയാണ്. മുങ്കർ നകീറിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടാനുള്ള വഴിയാണ് ഖുർആനോദൽ. വതലബ്നാ ഉബൂറ സിറാത്തി ഫവജദ്നാഹു ഫിസ്സൗമി വസ്സദഖാ. ഏത് മനുഷ്യരും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നരകത്തിൽ കയറണം. ഏത് മനുഷ്യനും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നരകത്തിൽ കയറണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം, നരകത്തിന്റെ മേലെ ഒരു പാലമുണ്ട്, ആ പാലം കടക്കണം. ആ പാലം കടക്കാൻ എളുപ്പം ലഭിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് നീ എളുപ്പം ചെയ്യണേ അല്ലാ. ഞങ്ങളെ നരകത്തിൽ വലിച്ചിടരുതേ അല്ലാ. ആ പാലത്തിന്റെ മേലെ ചില കല്ലൂബുകളുണ്ട്, കൊക്കകളുണ്ട്. അത് നരകത്തിൽ വീഴാൻ അർഹതപ്പെട്ടവരെ ആ കൊക്ക വലിച്ച് താഴെയിടും. അതേ സമയത്ത് വലിയ വലിയ മഹാന്മാര് സ്പീഡിൽ അങ്ങ് കടന്നു പോകും. ചിലര് നിരങ്ങി അവസാനം രക്ഷപ്പെട്ടു പോകും. അവനവന്റെ ദറജ അനുസരിച്ചാണ് ആ സിറാത്ത് പാലം കിടക്കുന്ന സമയം. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ നബിമാരും വന്ന് അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം
അല്ലാഹുമ്മ സല്ലി, രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നൊരു സമയമാണത്. ആ സിറാത്ത് പാലം കടന്നു പോകാൻ എളുപ്പം കിട്ടാൻ ചെയ്യേണ്ട അമൽ എന്താണ്? സഖീഖുൽ ബൽഖി തങ്ങൾ പറയാണ്, അതേവ തലബിനാ ഉബൂറ സിറാത്തി ഫവജനാഹു ഫിസ്സൗമി വസ്സദഖാ. ഫർള് നോമ്പിന്റെ പുറമെ കഴിവിന്റെ പരമാവധി സുന്നത്ത് നോമ്പെടുക്കുക, ധർമ്മം ചെയ്യുക, സിറാത്ത് പാലം കടക്കാൻ എളുപ്പം കിട്ടാനുള്ള വഴിയാണ്. വതലബിനാ ദില്ലൽ അർശി ഫവജനാഹു ഫിൽ ഖൽവാ. അതുപോലെ തന്നെ അർശിന്റെ തണൽ കിട്ടണം പടച്ചവന്റെ കോടതിയിൽ. സുബ്ഹാനല്ലാഹ്, എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ, ആ സൂര്യൻ വളരെ താഴെ വന്നുദിക്കുന്ന ഒരു ദിവസമാണത്. ചിലര് ചെരിപ്പടിക്കാല് വരെ, മറ്റ് ചിലര് അതാ മുട്ട് വരെ, മറ്റ് ചിലർ അര വരെ, വേറെ ചിലർ അതാ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങുന്ന ദിവസമാണത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അവിടെ 50 കൊല്ലമല്ല, 500 കൊല്ലമല്ല, 5000 കൊല്ലമല്ല, ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലം. ആ അവിടെ നിൽക്കുന്ന സമയത്ത് അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗമുണ്ട്. ആ 7 വിഭാഗത്തിൽ ഒന്നാണല്ലോ റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. ആരുമില്ലാത്ത സ്ഥലത്ത് ഇരുന്ന്, ആരും കാണാനില്ല കേൾക്കാനില്ല, ഒറ്റയ്ക്കിരുന്നിങ്ങനെ കരയുകയാണെന്തിന്? അള്ളാനെ ഓർത്തിട്ടാണ്. അവനല്ലേ കാണാൻ കണ്ണു തന്നത്, അക്കണ്ണുകൊണ്ട് ഞാൻ ഹറാമ നോക്കിപ്പോയില്ലേ? അവനല്ലേ കേൾക്കാൻ കാതു തന്നത്, ആ കാത് കൊണ്ട് ഞാൻ ഹറാമ് കേട്ടില്ലേ? അവനല്ലേ സംസാരത്തിൽ നാവ് തന്നത്, അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞില്ലേ, ഗീബത്ത് പറഞ്ഞില്ലേ, നമീമത്ത് പറഞ്ഞില്ലേ, ഫസാദ് പറഞ്ഞില്ലേ? അവനല്ലേ കൈ തന്നത്, ആ കൈ കൊണ്ട് ഞാൻ ഹറാമ് പിടിച്ചില്ലേ? അവനല്ലേ കാല് തന്നത്, അക്കാല് കൊണ്ട് ഞാൻ ഹറാമിലേക്ക് നടന്നില്ലേ? അവൻ ഒരുപാട് മാനസിക രോഗികളെ ലോകത്ത് പടച്ചിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ വരുന്ന സമയത്തും കണ്ടു, ഒട്ടാകെ ചീറിപ്പാറി വല്ലാതെ മുഷിഞ്ഞ വസ്ത്രവുമായി ഒരാൾ തിരക്കിട്ട് പോകാണ്. മാനസിക രോഗിയാണ്, ഭ്രാന്തനാണ്. അല്ലാഹു അതുപോലെ ഒന്നും ആക്കാതെ നമ്മുടെ മനസ്സിന് സ്ഥിരത തന്നില്ലേ? സുബ്ഹാനല്ലാഹ്, നമുക്ക് റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ? ധാരാളമായി ജനിച്ച അന്ന് മുതലേ നമ്മൾ വിസർജിക്കുന്നവരാണ്. ആ മലമൂത്ര വിസർജനം ഒരു ദിവസം പോകാതെ ബന്ധായി പോയാൽ, ഇന്ന് രാവിലെ എന്റെ അടുക്കൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം സഹീഹുൽ ബുഖാരി ഓതിയതിന് ശേഷം വന്നെന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, വളരെ പ്രയാസം. അല്ലാഹുവേ, ആ മുതഅല്ലിമിന്റെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. അതുപോലെ ഞങ്ങൾ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു വന്നത്, ആ മൂത്രമൊന്ന് ബന്ധാകുമ്പോഴല്ലേ മൂത്രം പോകുന്നതിന്റെ ആ റബ്ബ് വെച്ച സൗകര്യത്തിന്റെ വാല്യൂ അറിയുള്ളൂ, അതിന്റെ വിലയറിയുള്ളൂ. ആയിരക്കണക്കിന് നിഅമത്തുകൾ ഒരേ സമയത്ത് ചെയ്തു തരുന്ന രാജാവായ അല്ലാഹ്, ആ അല്ലാഹു കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞുപോയില്ലേ? അല്ലാഹു വിരോധിച്ചത് ഒഴിഞ്ഞുപോയില്ലേ? കൽപ്പിച്ചത് ഒഴിഞ്ഞുപോയില്ലേ? വിരോധിച്ചത് ചെയ്തു പോയില്ലേ? അതിന്റെ പുറമെ ചെയ്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായില്ലല്ലോ. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ ദുന്യാവിന്റെ 100 ചിന്തകൾ ഖൽബിൽ കടന്നു വന്നില്ലേ? പല സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. സേവനം ചെയ്യുമ്പോ ആളുകളുടെ ഒരു അംഗീകാരം വേണമെന്ന് പലപ്പോഴും ഖൽബിൽ ശൈത്താൻ ചിന്തിപ്പിച്ചില്ലേ? അങ്ങനെ തുടങ്ങി 1000 ന്യൂനതകളുള്ളവനല്ലേ ഞാൻ, 1000 പോരായ്മയുള്ളവനല്ലേ ഞാൻ. ഈ പോരായ്മകളുള്ള ഞാൻ എന്റെ റബ്ബിന്റെ സമീപത്ത് ചെല്ലുന്നതെങ്ങനെ? അവിടെ അവന്റെ കോടതിയിൽ നിൽക്കുന്നതെങ്ങനെ? എന്റെ ഖബറിലെ അവസ്ഥ എന്താണ്? അപ്പുറമുള്ള അവസ്ഥ എന്താണ്? ഇങ്ങനെ അല്ലാഹുവിനെയും അവൻ ചെയ്ത നിഅമത്തുകളെയും ചെയ്തു പോയ തെറ്റുകളെയും ഒക്കെ ഒറ്റക്കിരുന്ന് ചിന്തിച്ച് കരയുന്നവരുണ്ടല്ലോ. അതാണ് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. അത്തരം ആളുകൾക്ക് അവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല
ആ മഹ്ശറ ലോകത്തെ അർശിന്റെ തണല് കൊടുക്കുന്നതിൽ ഒരു വിഭാഗമാണത്. അതാണ് ഇമാം സദീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫർളുകളൊക്കെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കണം. സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി എടുക്കണം. ഹറാമുകൾ 100% കൈയൊഴിക്കണം. ഒരന്യ സ്ത്രീയുടെ ടെലിഫോൺ നമ്പറും നമ്മുടെ കൈവശത്തിൽ വേണ്ട. ഒരന്യ സ്ത്രീയുമായും ചാറ്റ് ചെയ്യണ്ട. അതുപോലെ ഒരു അന്യപുരുഷനെയും വിളിച്ച് സംസാരിക്കണ്ട. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു കൽപ്പിച്ചതിനപ്പുറം ഒരു ജീവിതം വേണ്ട. നമുക്ക് അള്ളാഹു കൽപ്പിച്ച ജീവിതം ശരീരം മറക്കാതെ പുറത്തു പോയിക്കൂടാ. തലമറക്കാതെ അന്യപുരുഷന്റെ മുന്നിലേക്ക് എന്തായാലും ഇറങ്ങിക്കൂടാ. അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. അവിടെയെല്ലാം ഫാഷനും പരിഷ്കാരത്തിനും വേണ്ടി ലോകം അതാ ഒഴുക്കിനനുകൂലമായി നീന്തുന്നൊരു സ്വഭാവം നമുക്ക് പാടില്ല. ഞാനിപ്പോൾ വരുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തു. ഞാൻ ആ സമയത്ത് കാസർഗോഡാണുള്ളതെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം വിളിച്ചു പറയുന്ന വിഷയം എന്താണ്? അതേ വിവാഹം എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനിതാ സുബ്ഹാനല്ലാഹ്, ഞാൻ നാട്ടിൽ നിന്ന് പോയാൽ ഈ പെൺകുട്ടിയും വരനായി വരുന്നവനും തമ്മിൽ ധാരാളം സംസാരം നടക്കും. ഉസ്താദേ, അത് പറ്റുമെന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്ന സംസാരത്തിൽ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളാകാം. പക്ഷേ ശരീരത്തെ കിളിപ്പെടുത്തുന്ന, വികാരം ജനിപ്പിക്കുന്ന സംസാരങ്ങൾ അന്യപുരുഷനും അന്യ സ്ത്രീയും നടത്തുന്നത് പച്ച ഹറാമല്ലേ? അതല്ലേ കാതിന്റെ വ്യഭിചാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്താണ്? അന്യ സ്ത്രീയുടെ വാക്ക് കേട്ട് രസിക്കലാണ്. ഈ രസമനുഭവിക്കാനാണ് ഈ എൻഗേജ്മെന്റ് നടത്തിയ വരനും വധുവും തമ്മിൽ സംസാരിക്കുന്നതെങ്കിൽ അത് വ്യഭിചാരമാണ്, കാതിന്റെ വ്യഭിചാരമാണ്, ഹറാമാണ്. നിന്നോട് എൻഗേജ്മെന്റ് അങ്ങനെ ഒരു സുന്നത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു സുന്നത്തിൽ അത്തരം വേണ്ടാത്തതൊന്നും സുന്നത്തില്ല. നിനക്ക് നിക്കാഹ് ചെയ്യണോ, ഇഷ്ടപ്പെട്ടോ നിക്കാഹ് ചെയ്തോ. നിക്കാഹ് ചെയ്താൽ നിനക്ക് എന്തും സംസാരിക്കാമല്ലോ, കാണാമല്ലോ, തൊടാമല്ലോ. അത് കുറെ മാസങ്ങൾക്കപ്പുറം നിശ്ചയിച്ചു വെച്ചിട്ട് അതുവരെ വിളിക്കാനൊരു ഫോണും വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു പുതിയ ബിദ്അത്തില്ലേ? ആ ഫോണുമായി ബന്ധപ്പെട്ടുള്ള സംസാരവും മുഴുവനും നിഷിദ്ധമാണ്. ജീവിക്കുമ്പോൾ ആരാണ് ജീവിതം തരുന്നവൻ? ആരാണ് ഓക്സിജൻ തരുന്നവൻ? ആരാണ് ഭക്ഷണം തരുന്നവൻ? ആരാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം നിലനിർത്തേണ്ടവൻ? ആരാണ് അതിൽ നമുക്ക് ഉപകരിക്കുന്ന മക്കളെ തരേണ്ടവൻ? ആരാണ് ആ ജീവിതത്തിൽ ബറക്കത്ത് നൽകേണ്ടവൻ? ആരാണ് ഐശ്വര്യം നൽകേണ്ടവൻ? അറിയില്ലേ? നിനക്ക് കല്യാണം കഴിച്ച് 2 ദിവസം കഴിയുമ്പോ ഭാര്യയ്ക്ക് ക്യാൻസറാണെന്നാണ് റിപ്പോർട്ട്, ഭർത്താവിന് ട്യൂമറാണെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവം പറയാൻ കഴിയൂലേ? ചോദിക്കട്ടെ, നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ? അല്ലാഹു തആല പൊരുത്തപ്പെടാത്തൊരു ജീവിതത്തിന് മുതിരേണ്ടതുണ്ടോ? അതേ, റബ്ബിന്റെ ശിക്ഷ വന്നാൽ തടുക്കാനുള്ള കഴിവുണ്ടോ? വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. പരിശുദ്ധമായ റമദാനും ശഅബാനും ഒക്കെ 2 കൊല്ലം കഴിഞ്ഞു പോയില്ലേ? ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞോ? നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഒന്നിച്ചിരുത്തി ക്ലാസ് എടുക്കാൻ കഴിഞ്ഞോ? നമുക്ക് തോളോട് തോളുരുമ്മി റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കാൻ കഴിഞ്ഞോ? കഴിയാത്ത ചുറ്റുപാട് വന്നില്ലേ?